ഹലോ മക്കളെ, നമ്മളിത് ഓരോ സബ്ജക്റ്റിന്റെയും ചാപ്റ്റർ വൈസ് വൺ ഷോട്ട് റിവിഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ബോട്ടണിയിലെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു മാക്രോ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ വിൽ യു മെഷർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷ് ഇൻ എ ലേക്ക്? അതായത് ഒരു കുളത്തിലുള്ള ഫിഷിലെ എങ്ങനെയാണ് നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ പോണ്ട് there are 100 frogs, 20 more were born in a year, calculate birth rate of this population എന്നാണ്. ഒരു പോണ്ടിൽ നമ്മൾ ഫിഷിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ലേക്കിലെ ഫിഷിന്റെ കാൽക്കുലേഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ ട്രാപ്പിൽ നമ്മൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷ് ഇൻ എ ലേക്ക് ക്യാൻ ബി മെഷേർഡ് ബൈ നമ്പർ ഓഫ് ഫിഷ് പെർ ട്രാപ്പ് ഇൻ ദ ലേക്ക്. ഇനി പോണ്ടിലെ ഫ്രോഗിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രോഗ് നമുക്ക് 100 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫ്രോഗ് ബോൺ ഇൻ എ ഇയർ നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. സോ ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 20/100, 0.2 ഓഫ്സ്പ്രിങ്സ് ഓഫ് ഫ്രോഗ് പെർ ഇയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫ്രോഗ്സ് തന്നിട്ടുണ്ട്, ഫ്രോഗ്സ് ബോൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ബർത്ത് റേറ്റ് കിട്ടുന്നതാണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷനുമായിട്ട് മിസ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ടൈമിൽ ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.